ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഏത് ഇലക്ഷനായാലും മുമ്പും പിമ്പും തർക്കം ഉണ്ടാവും. പണ്ടത് ആൻ്റണി കരുണാകരനായിട്ടുണ്ടായിരുന്നു, അങ്ങനെ പലരുമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈവൻ ഇപ്പോൾ CPM-ൽ പോലും അച്യുതാനന്ദനും പിണറായി ആയിട്ടുള്ള തർക്കം നമുക്ക് നല്ല പരിചയമുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ആ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നമുക്ക് കോൺഗ്രസിൻ്റെ കാണാൻ പറ്റും. ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ളതിൽ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കത്തിൽ കവിഞ്ഞിട്ട് മറ്റ് പലരും ഇതിൽ ഇടപെടുന്നത് മറനീക്കി പുറത്തു വരികയാണ്. അതിൽ ഇപ്പോൾ ചില മതതീവ്രവാദ സംഘടനകൾ വരെ ഈ മുഖ്യമന്ത്രി തർക്കത്തിൽ ഇടപെടുന്നതായിട്ട് ചിലരൊക്കെ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? തീർച്ചയായിട്ടും തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് ഈ ടോക്കിനകത്ത് കാണിക്കാം. നമ്മൾ ചുമ്മാതിരുന്നിട്ട് ആർക്കെങ്കിലും എതിരെ സംസാരിക്കുന്ന പോലെ ചിലർക്കൊക്കെ തോന്നിയേക്കാം. അതായത് ജമായത്തി ഇസ്ലാമിയുടെ ഉന്നത സമിതിയായ സൂറ അംഗം ഡോക്ടർ അബ്ദുൽ സലാം അഹമ്മദ് ഫേസ്ബുക്കിലൂടെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്, സതീശനെ ആക്കിയില്ലെങ്കിൽ, നമ്മളുടെ ആളായിട്ടുള്ള സതീശനെ ആക്കിയില്ലെങ്കിൽ കലാപം നടത്തണം, എല്ലാവരും തെരുവിലിറങ്ങണം. നമ്മുടെ ആളാവുന്ന സതീശൻ എങ്ങനെ? കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവാണ് സതീശൻ, കോൺഗ്രസ്സുകാരനാണ് സതീശൻ. അത് കണ്ടുകൊണ്ടാണ് ഇവിടെ ഏതാണ്ട് 50% വരുന്ന ഹിന്ദുക്കളും അല്ലെങ്കിൽ ബാക്കി 50% വരുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഈ 3 പേർക്കും വളരെ കൃത്യമായിട്ട് അങ്ങ് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നോക്കുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ സ്വാധീനമുള്ള സമുദായങ്ങളാണ്. അവർ ഒന്നിച്ച് നിന്നെന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അതുകൊണ്ടാണല്ലോ 102 സീറ്റ് കിട്ടുന്നത്. ആ സീറ്റ് കിട്ടിയതിന് ശേഷം ഇത് ഞങ്ങളുടെ സതീശൻ, ഞങ്ങളുടെ ഭാഗമായിട്ടുള്ള സതീശൻ, ആ സതീശനെ തീരുമാനിക്കണം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അജണ്ട ഉണ്ടായിരുന്നോ എന്ന് തോന്നുന്നതിൽ തെറ്റില്ല. നേരത്തെ നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം അതുവരെ സതീശനെതിരെ നമ്മൾ പറഞ്ഞിട്ടില്ല. സതീശൻ പറഞ്ഞു, ജമായത്തി ഇസ്ലാമി കുഴപ്പമില്ല, ഞാൻ വിളിച്ചിരുത്തി സംസാരിച്ചു. അവരുടെ ഭരണഘടനയ്ക്കകത്ത് ഇപ്പം നമ്മളുടെ ഈ ജുഡീഷ്യറിക്കെതിരെയോ നമ്മുടെ ഭരണഘടന വേണ്ട എന്നുള്ള തത്വമോ അല്ലെങ്കിൽ ലോകത്തുടനീളം മുസ്ലിം രാഷ്ട്രം വരണം എന്നുള്ള തത്വമോ ഒന്നുമില്ല. അന്നേരവും ഇപ്പോഴത്തെ നമ്മളിപ്പോൾ യൂട്യൂബിലും ഗൂഗിളിലും നോക്കിയാൽ അവരുടെ ഭരണഘടനയ്ക്കകത്ത് കിടക്കുന്നത് ജുഡീഷ്യറി അംഗീകരിക്കേണ്ട, സിസ്റ്റത്തെ അംഗീകരിക്കേണ്ട, ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കേണ്ട, അല്ലെങ്കിൽ ഈ പ്രത്യേക നിയമത്തിനനുസരിച്ച് പോകണമെന്നാണ് കിടക്കുന്നത്. അപ്പോൾ അന്ന് തൊട്ട് വെള്ള പൂശുന്നു. ഞാൻ അമ്പരന്ന് പോയി. കോൺഗ്രസിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവ്, മതേതര ജനാധിപത്യം എന്ന് ഉറക്കെ പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് ഇത് അബദ്ധത്തിൽ പറഞ്ഞതാണെങ്കിൽ അവിടെ കൊണ്ട് നിർത്തണം. അത് ആവർത്തിച്ചാവർത്തിച്ച് മുസ്ലിം അല്ലെങ്കിൽ പത്രക്കാരെ വിളിച്ചു വരുത്തി പറയുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ കസ്റ്റോഡിയൻ ഞാനാണെന്നുള്ള രീതി പറയുന്നു. അതിനുശേഷം മതമാണെന്ന് പ്രശ്നം എന്ന് പറയുന്ന ആൾക്കാർക്കെതിരെ ഒന്നും പറയാത്തൊരവസ്ഥയിൽ വരുന്നു. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആള് ഞാനാണ് എന്ന് പരസ്യമായിട്ട് പറയാൻ ബലം കിട്ടുന്ന അല്ലെങ്കിൽ അതിന് തയ്യാറാകുന്ന ഒരു സതീശൻ. അതിനുശേഷം സതീശൻ ഇലക്ഷൻ നിൽക്കുന്നു. അത് സതീശൻ പറഞ്ഞത് അങ്ങനെയായിരിക്കും. പിന്നെ സതീശൻ അത് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തപ്പോൾ നിർത്തി വിഴുങ്ങി. എന്നാലും എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതിനുശേഷം കൃത്യമായ ഒരു വർഗീയ ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒരു ഉദാഹരണമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാൻഡിഡേറ്റ്സ് വന്നല്ലോ. ഒരുപക്ഷെ മുസ്ലിം ലീഗിനകത്തു നിന്ന് പുറത്തു വന്ന മുസ്ലിം ലീഗിൻ്റെ 40 കൊല്ലം അതിനകത്ത് നിന്ന് വനിതാ നേതാക്കന്മാർ LDF കൺവീനറിനെതിരെ മത്സരിച്ച ഒരു സ്ത്രീയാണ്, അവർ ജയിച്ചിട്ടുണ്ട്. അവർക്കെതിരെ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ കാൻഡിഡേറ്റ് ആണ്, തങ്ങൾ കുടുംബത്തിന് എതിരെ പറഞ്ഞ ആളാണ്. തഹലിയ തങ്ങളുടെ കുടുംബത്തിനെതിരെ പറഞ്ഞ ആളാണ്. തങ്ങളുടെ കുടുംബത്തിനെതിരെ പറഞ്ഞ ഒരാൾക്ക് പോലും മുസ്ലിം ലീഗിന് ഒരുപക്ഷെ സീറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനവും ഭയപ്പെടുത്തലും ലീഗിനകത്ത് എത്രത്തോളം ഉണ്ടെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. അവർക്കെതിരെ ഇപ്പോൾ നടപടിയെടുക്കാനിരിക്കുകയാണ് ആ അവസരം. അതുപോലെ തന്നെ അൻവറിനെ പുറംകാലം കൊണ്ട് അടിച്ച് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇയാൾ വലിയ കൊള്ളക്കാരനാണ്, 150 കോടി കട്ടെന്ന് പറഞ്ഞുകൊണ്ട് കപ്പലിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ആരോപണം ഉന്നയിക്കി അൻവർ എന്തായാലും വേണ്ട, കോൺഗ്രസ് ഇനി അത് അൻവറിനെ പുറത്താക്കുന്നത് കൊണ്ട് നശിച്ചാലും വേണ്ടുവില്ല എന്ന് പരസ്യമായിട്ട് നിലപാടെടുത്തപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു നിലപാടുകളുടെ രാജകുമാരൻ. ഒരു സുപ്രഭാതത്തിൽ ഒരു കാര്യവുമില്ലാതെ അൻവറിൻ്റെ വീട്ടിൽ പോയി അൻവറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടൊന്ന് സ്ഥാനാർത്ഥിയാക്കുന്ന കണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മുട്ടയടിക്കും, എൻ്റെ തല ഞാൻ മുട്ടയടിക്കുമെന്ന് ഇലക്ഷന് ശേഷം വലിയ ബലത്തിൽ അൻവർ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു അയാൾ വട്ടുകൊണ്ട് പറയുന്നതാ, അല്ലെങ്കിൽ അയാൾക്ക് അത്തരത്തിൽ ആവേശത്തിൽ PC ജോർജിൻ്റെ കൂടെ പറയുന്ന ഒരാളാണ്. അല്ല, പിന്നെ വന്ന ഇലക്ഷൻ
മാൻഡേറ്റ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. ഇലക്ഷനകത്ത് ഓരോ സ്ഥാനാർത്ഥികളെയും ഭൂരിപക്ഷം നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി. അതായത് വിചാരിച്ചതുപോലെ ഒരു ധ്രുവീകരണം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് പണിപ്പെട്ട് സാധിച്ചെടുക്കാൻ സാധിച്ചു. അതേ ധ്രുവീകരണം അൻവർ നിന്നിടത്ത് സാധിക്കുമെന്ന് അൻവർ വിചാരിച്ചു ജമാഅത്തെ ഇസ്ലാമി ഉറപ്പ് കൊടുത്തിരുന്നു. അവിടെ എന്തോ ഒരുപക്ഷെ എതിർ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാക്കിയ സ്വാധീനം അതിനെ മറികടന്നു എന്ന് വേണം കരുതാൻ. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം 30,000 വോട്ടിന് ജയിച്ച ആൾ ഇപ്രാവശ്യം ആ മണ്ഡലം നമ്മൾ പറയത്തില്ല സ്വർഗമാക്കുക എന്നൊക്കെ നാടൻ ഭാഷയെ സ്വർഗമാക്കി കിട്ടുന്നിടത്ത് അയാളുടെ ഭൂരിപക്ഷം എത്ര. അപ്പം ഞാനീ പറഞ്ഞു വന്നത് ഇതിനകത്ത് ഈ ഒരു സിസ്റ്റം ഇപ്പം 3 രീതിയിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്താണ് സതീശൻ പൊളിഞ്ഞിരിക്കുന്നത്. ഒന്ന്, സതീശൻ ആദ്യമേ സതീശൻ വളരെ കൃത്യമായിട്ട് നീക്കമാണ് നടത്തിയിരിക്കുന്നത്. അത് സതീശൻ ആദ്യമേ ഇവരുടെ കാര്യങ്ങൾ മറച്ചു പിടിച്ച് മുന്നോട്ട് പോയി. സതീശൻ തന്നെ ആദ്യമേ കഴിഞ്ഞ ദിവസം തിരച്ചിലിന് വേണ്ടി വന്നു. ആര് മുഖ്യമന്ത്രിയാണോ ഹൈക്കമാൻഡ് രീതി ഉണ്ടല്ലോ, എല്ലായ്പ്പോഴും തർക്കം ഉണ്ടാവില്ല. മുഗൾ വാസനിക്കും ഒരുപക്ഷെ അജയ് മാക്കനും വന്നപ്പോൾ പറഞ്ഞു ദീപാദാസ് മുൻഷിയെ കൂടെ ഇരുത്താൻ പറ്റത്തില്ലെന്ന്. അവർ പറഞ്ഞത് നടക്കത്തില്ല. ACC ജനറൽ സെക്രട്ടറി അവരെ കൂടെ ഇരുത്താതിരിക്കാനുള്ള കാരണം എന്താണ്? അത് അവിടെ വെച്ച് പൊളിഞ്ഞു. 2, മന്ത്രിസഭയിലേക്കില്ല എന്നുള്ള സമ്മർദ്ദവും അത് അവർ മുഖ്യമന്ത്രിയിലേക്ക് എടുക്കാൻ പോയില്ല. കാരണം മുതിർന്ന ഒരു നേതാവ്, പ്രതിപക്ഷ നേതാവ് പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ ഞാൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ലെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. കാരണം യഥാർത്ഥത്തിലുള്ളൊരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, ശരിയല്ലല്ലോ. അപ്പോൾ 3ാമത് അണികളെ തെരുവിറക്കി വാട്സപ്പിനകത്തൂടെ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം. അത് വിജയിച്ചില്ല. ഒന്ന് ഇവിടെ മാത്രം ഷിയാസിൻ്റെ അവിടെ മാത്രം നടന്നു, എറണാകുളത്ത് മാത്രം. എറണാകുളത്ത് നെട്ടൂരിൽ നടന്നു. അതിനുശേഷം ഇരിട്ടിയിൽ ഇത് ഓപ്പറേറ്റ് ചെയ്തിരുന്നായിരുന്നു. അതുപോലെ ഈ KCയുടെ ജന്മനാട്ടുള്ള പഴയങ്ങാടിയിൽ ഓപ്പറേറ്റ് ചെയ്തായിരുന്നു. കോഴിക്കോട് നഗരത്തിൽ ഓപ്പറേറ്റ് ചെയ്തത് എന്നൊക്കെ പൊളിഞ്ഞുപോയി. ഇത് അഭിജിത്ത് എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളാണ്. ഇതൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുക. സാറേ ഇതിനകത്ത് ഇവർ ഈ പറയുന്ന ആക്ഷേപങ്ങളൊന്നുമില്ല. സാറേ തർക്കം ഉണ്ടായിട്ടുണ്ട്. സാർ ആദ്യം പറഞ്ഞതുപോലെ കോൺഗ്രസിനകത്ത് എന്നും തർക്കമുണ്ട്. അത് കോൺഗ്രസിന് ബലമായിട്ടാണ് കരുണാകരൻ പറഞ്ഞിട്ടുള്ളത്. കരുണാകരൻ കൃത്യമായിട്ട് പറയും ഞങ്ങളുടെ ഞങ്ങൾക്ക് ബലമാടോ, ഇത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല ആന്റണിയുമായിട്ട് സീറ്റിന് വേളം ഉണ്ടാക്കും. കരുണാകരൻ സീറ്റ് ഒരെണ്ണം കൂടുതലടിക്കാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തും വന്നിട്ടുണ്ട്. ഇതൊക്കെ ബലമായിരുന്നു. അതിനുശേഷം ഇതുപോലെ തന്നെ ഭയങ്കര പ്രതിസന്ധി വരുമ്പം അവർ തീരുമാനിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയെ വെളിയിൽ നിന്ന് ആന്റണി മുഖ്യമന്ത്രിയായിട്ട് വന്ന് മത്സരിക്കേണ്ടി വന്നിട്ടില്ലേ? പിന്നെ വോട്ട് CPM-ന് തീരുമാനിച്ചിട്ടില്ലേ? CPM-ന് നയനാര് ഒന്നുമല്ലാതെ നയനാര് ഇവിടുത്തെ ജനം പോലും വിശ്വസിക്കാതെ പത്രത്തിൽ കൂടെ വരുമ്പോഴറിയാം മുഖ്യമന്ത്രി. അപ്പം ഏത് പാർട്ടിക്കകത്തും പാർട്ടിയെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അതിനകത്തെ തർക്കവും നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നവും ഒക്കെ ആ പാർട്ടിയുടെ ബോഡിയല്ലേ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ സ്വന്തമായിട്ടൊന്ന് മത്സരിച്ചാൽ പോരല്ലോ. ഇതൊരു പാർട്ടിയുടെ കെയർ ഓഫ് നിൽക്കുന്നത് കൊണ്ടാണല്ലോ ജയിക്കുന്നത്. അത് പിണറായി ജയിക്കുന്നത് CPM-ന്റെ കെയർ ഓഫ് വരുന്നുണ്ട്, അല്ലെങ്കിൽ VD സതീശൻ ജയിക്കുന്നത് കോൺഗ്രസിന്റെ കെയർ ഓഫ് വരുന്നുണ്ട്, KC വേണുഗോപാൽ ജയിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം അതിനപ്പുറം സർവാധിപതിയായിട്ട് വരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരാൾ തീരുമാനിക്കണമെങ്കിൽ അയാളുടെ പിറകിലൊരു വലിയ ബലമുണ്ട്, അല്ലെങ്കിൽ അയാളുടെ പിറകിൽ നിൽക്കുന്ന അതിന് വലിയ ബലമുണ്ട് എന്നുള്ള രീതിയിലെ കാര്യങ്ങൾ. അതായത് കൃത്യമായിട്ട് ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണയുള്ള ഒരാൾ ആണ് എന്ന് പറയേണ്ടി വരും. അതായത് തെരുവിലിറങ്ങി KC ആക്കിയില്ലെങ്കിൽ യുദ്ധം ചെയ്തോളാൻ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഡോക്ടർ അബ്ദുൽ സലാം അഹമ്മദിന്റെ പ്രസ്താവന. അദ്ദേഹം ഇപ്പം ഇത് വന്നതിന് ശേഷം ഫേസ്ബുക്ക് ഇത് മുക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഇയാൾ ജമാഅത്തെ ഇസ്ലാമിയാണ്, ഇയാളുടെ ഫണ്ടർ ജമാഅത്തെ ഇസ്ലാമിയാണെന്നുള്ളതിന് തെളിവുണ്ട്. ഇതോടെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പുട്ടുപൊടി കച്ചവടക്കാരൻ പാലാ ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ അണികളല്ല, അദ്ദേഹത്തിൻ്റെ വിശ്വാസികളോട്, അദ്ദേഹത്തിൻ്റെ വിശ്വാസികൾ മാത്രം കേൾക്കുന്ന ഒരിടത്ത് വെച്ച് അദ്ദേഹത്തിന് പറയാൻ അധികാരമുള്ള ഒരു കാര്യം, ഇവിടെ ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയം വലിയ വലിപ്പത്തിലുണ്ട്, അതുകൊണ്ട് അതൊരു ട്രാപ്പാണ്, വേറൊരാളുടെ കൊടുത്ത് കല്യാണം കഴിക്കുന്നത് കുഴപ്പമാണെന്നല്ല പറഞ്ഞത്, അതൊരു ട്രാപ്പാണ്. ആ കുഞ്ഞുങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയി വേറെ സിറിയയിൽ ഉൾപ്പെടെ ഉള്ളിടത്ത് മനുഷ്യ ബോംബാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കമാണ്. അതിനകത്തൊരു ശ്രദ്ധ വേണം. ആ രീതിയിലേക്ക് ഉള്ള കാര്യങ്ങൾ ഉണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് ഇവിടുത്തെ SDPI-ക്കാരനെയും PFI-ക്കാരനും പ്രകടനം നയിച്ചപ്പോൾ ആ പ്രകടനത്തിന് വേണ്ട ഫണ്ട് നൽകിയ പുട്ടുപൊടി കച്ചവടക്കാരൻ, കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കച്ചവടക്കാരനാ, ഇസ്ലാമിസ്റ്റ്, അയാളാണ് CD സതീശന്റെ ഫണ്ടർ. അറിയാവോ? ഇതൊക്കെ പച്ചയായിട്ട് നമുക്ക് പറയേണ്ടി വരുന്നത് ഈ കാര്യമുള്ളതാണ്. അതുകൊണ്ട് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാൽ
വി.ഡി. സതീശന്റെ പുറകിൽ ഇതിന് പറയുന്നത് ഇസ്ലാമിക രാജ്യം വരുന്നതിന് മുമ്പ് ഒരു തിട്ടൂരമുണ്ട്. ആദ്യം 20% ആകുമ്പം അവർ 30 ആകുമ്പോഴത്തേനും അവർ അതിനുള്ള നീക്കങ്ങൾ നടത്തും, പിന്നെ അടിച്ചമർത്തും, അവരുടെ കയ്യിലേക്ക് പോകും. ഇപ്പൊ ഇതല്ലേ ഇവിടെ നടക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെന്റിന് ആ ഗവൺമെന്റ് ഭൂരിപക്ഷമുള്ള MLA-മാർ ആരുടെ ഭാഗമാണെന്ന് കണ്ടാൽ അതിനകത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ആ സമയത്ത് പുറത്തു നിന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് പറയുക ഇന്നാളെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ അത് ഏത് പാർട്ടിയാണെന്നൊന്നും വിഷയമല്ല, ഞങ്ങൾ തെരുവിലിറങ്ങി മൊത്തം കത്തിച്ചേക്കാൻ പറഞ്ഞാൽ അതിനകത്ത് ജനാധിപത്യം എവിടാ? അതിനകത്ത് ചില നീക്കങ്ങളില്ലേ? ആ രീതിയിലേക്ക് കാര്യങ്ങളില്ലേ? അതായത് നമ്മൾ കാണണം, ഇത് ഒരു വോട്ട് ബാങ്ക് ഉണ്ടെന്ന് കരുതി ഒരു വോട്ട് ബാങ്കിനകത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ തിട്ടൂരമോ അല്ലെങ്കിൽ സാധാരണ മതേതരവാദികളായിട്ടുള്ള മുസ്ലിങ്ങളെയോ തെറ്റിദ്ധരിപ്പിച്ച് ഒന്നിപ്പിച്ച് നിർത്തി വോട്ട് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ഒരു സംഘടിത വോട്ട് മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് ധരിച്ച് മുസ്ലിമിന്റെ പുറയിൽ കോൺഗ്രസ് വളരെ വൃത്തിയായിട്ട് നടന്നതുകൊണ്ടാണ് ഇന്ത്യയിലുടനീളമുള്ള ഈ പറയുന്ന കോൺഗ്രസിന് അബദ്ധം പറ്റിയത്. സാർ എത്ര സംഘടിച്ച് നിന്നാലും ഇപ്പം ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് അത് മനസ്സിലാകാൻ തുടങ്ങിയാൽ ഇപ്പുറത്ത് നിൽക്കുന്നവർ സംഘടിക്കും. ഇത് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചു. 35% ഉണ്ടായിരുന്ന മുസ്ലിങ്ങളെ മാത്രം നിർത്തി അല്ലെങ്കിൽ കയറ്റി വരുന്ന മുസ്ലിങ്ങളുടെ മാത്രം നിർത്തി വോട്ട് ഒന്നിപ്പിച്ച് അധികാരത്തിൽ വരാമെന്ന് എന്നും വിചാരിച്ചിരുന്ന 34 കൊല്ലം ഭരിച്ച CPM-നും അതിനുശേഷം വിളിച്ച മമതാ ബാനർജിക്കും പറ്റിയത് അവിടെ 207 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിൽ വരികയാണ്. ഈ അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കുന്നതിന് വേണ്ടി അധിക സമയമില്ല എന്നുള്ളതാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിൻ്റെയും സതീശന് വേണ്ടി തെരുവിലിറങ്ങാൻ പറ്റിയ ആഹ്വാനത്തിൻ്റെയും അവസ്ഥ. സാറ് മുമ്പേ ഒരു ടോക്കിനകത്ത് പറഞ്ഞ പോലെ 3 പശ്ചിമ ബംഗാളിൽ BJP-യുടെ തുടക്കം. 10% അവിടുത്തെ അന്നത്തെ BJP-യുടെ വോട്ടിംഗ് ഷെയർ. 2021 അത് 77-ആയി 34% വന്നു. അത് കറക്റ്റ് എനിക്കറിയത്തില്ല, 36-38. ഇപ്പം അത് എവിടെ പോയി? ഏത് ശതമാനത്തിലേക്ക് പോയി? മറികടക്കാൻ പറ്റാത്ത ശതമാനത്തിലേക്ക് പോയോ? 207 ആയോ? അവിടെ എത്ര ഉണ്ടെന്ന് അറിയാമോ? മുസ്ലിം വലിയ സംഘടിതമാ. ന്യൂനപക്ഷത്തിനെ ന്യൂനപക്ഷമായിരുന്നു അവിടെ. അതിനെക്കാട്ടി കൂടുതലുണ്ടായിരുന്നു. ആസാമിൽ 38% മുസ്ലിം. മനസ്സിലായോ? 38 അവിടെയും BJP ആയിരിക്കുന്നു. ഇവിടെ ഈ പോക്ക്, ഈ കളി, സതീശന്റെ ഈ ഇത്, അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട് എപ്പോഴും മതേതരവാദിയാണ്. നമുക്ക് അതിനകത്ത് നേതാക്കന്മാരെ പറ്റി പലരെ പറ്റിയും നമുക്ക് മാന്യനാണ്. പക്ഷെ അവരെ വിഴുങ്ങിയിട്ടുണ്ടോ, അവരെ നിയന്ത്രിക്കാൻ ജമാഅത്തെ ഇസ്ലാമിന് കഴിയുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്ക് ഒരു സംസാരം വേണം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞ ഷാജി വീണ്ടും പറഞ്ഞു സതീശനെ മുഖ്യമന്ത്രിയാക്കണം. മുസ്ലിം ലീഗ് പറയാതെ പറയുന്നു സതീശനെ മുഖ്യമന്ത്രിയാക്കണം. ഇതുവരെ മുസ്ലിം ലീഗ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ തീരുമാനം, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറയും. അപ്പം ഇപ്പൊ ഇതിനകത്ത് ഇത് ഭയാനകമാണ്. കേരളത്തിന് മതേതര കേരളം എന്ന അഭിമാനം കൊള്ളുന്ന കേരളത്തിന് വൃത്തിയുള്ളതല്ല. അതിന് നേതൃത്വം കൊടുക്കുന്നത്, അവർക്ക് വേണ്ടി നിന്നു കൊടുക്കുന്നത് സതീശന്റെ ഫണ്ടറായിട്ടുള്ളത് എല്ലാം ഇസ്ലാമിസ്റ്റ് ആണോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് ശരിയായ തീരുമാനം ഹൈക്കമാൻഡും കോൺഗ്രസും എടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇപ്പൊ കേരളത്തിന് ഏറ്റവും അത്യാവശ്യം ബംഗാളിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാൻ. ബംഗാൾ ഏറ്റവും അടുത്ത ഓർമ്മ.